ഒന്നുകിൽ ഇറാനെതിരെ സൈനിക നടപടി, അല്ലെങ്കിൽ ഇറാനുമായിട്ട് കരാറിലെത്തുക. ട്രംപ് ഏതെങ്കിലും ഒരെണ്ണം തെരഞ്ഞെടുക്കണമെന്നാണ് IRGCയുടെ ഇന്റലിജൻസ് വിങ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെ ലോകത്തില് ഈ രീതിയിലുള്ള ഭീഷണി സ്വരങ്ങൾ ഇന്നേ വരെ ലോകത്തിലുള്ള പല രാജ്യങ്ങളോടും അതേപോലെ തന്നെ പല ഭരണാധികാരികളോടും ഇറക്കിയിട്ടുള്ളത് ട്രംപും അല്ലെങ്കിൽ അമേരിക്കയുടെ ശിങ്കടികളുമാണെന്നുള്ളത് നമ്മൾ കാണണം. അതിനൊരു വിരാമം കുറിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇറാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാറിലൂടെ. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവറിന്റെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങളും അമേരിക്കയുടെ കയ്യിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസും ടെക്നോളജിയും എല്ലാം കണ്ട് നിങ്ങൾ ഭയന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജിയും ഇവരുപയോഗിക്കുന്ന ഈ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസും ഇവർക്ക് ഒരു ദിവസം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ ഇവരുടെ ബഡ്ജറ്റിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയൂടെ ചെയ്തിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് തിരിച്ച് ഇറാൻ ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുമായിട്ട് കരാറിലെത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വെക്കുന്ന കരാറുകളെ അംഗീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഉപരിയായിട്ട് അമേരിക്കക്ക് മുന്നിൽ കരാറുകൾ വെക്കുകയും അമേരിക്കക്ക് മുന്നിൽ ഡിമാൻഡുകൾ വെക്കുകയും ആ ഡിമാൻഡുകളിലാണ് ചർച്ചയ്ക്കെങ്കിൽ ഞങ്ങൾ വരാം എന്ന രീതിയിലുള്ള സ്റ്റേൺ ആയിട്ടുള്ള നിലപാടെടുക്കാൻ കൂടെ ചെയ്യുന്നത് വേൾഡ് വാർ 2 ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് കൂടെ കാണണം.